ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, വാളക്കുളം അംശം ദേശം ഗ്രൂപ്പ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. വാളക്കുളം ഭാഗത്തിൻ്റെ കാര്യങ്ങളാണ് ആ ഗ്രൂപ്പിൽ പൊതുവെ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ചർച്ചകളാണ് എപ്പോഴും അതിലുണ്ടാവുക. എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയക്കാരും ആ ഗ്രൂപ്പിലുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികളുമായിട്ട് അവരുടെ വികസന കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മളതിൽ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഇങ്ങനൊരു ചർച്ചയ്ക്ക് ഒരുങ്ങിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത, വാളക്കുളത്തും വെന്നിയൂരിലൊക്കെ പൊതു സാന്നിധ്യ രംഗത്ത്, സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പാലക്കൽ അബ്ദുൽ മജീദാണ്. 6-ാം വാർഡ് ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കും. അബ്ദുൽ മജീദിന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നന്ദി. മജീദിനെ സംബന്ധിച്ച് എനിക്ക് കുറേ മുമ്പ് തന്നെ പരിചയമുണ്ട്. ഞാനൊരു ബഹുമാനം കലർന്ന ഒരു പരിചയത്തിലായിരുന്നു അന്ന്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വർഷങ്ങളോളം ഒരു മുഅല്ലിമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കണ്ടുള്ള പരിചയമുണ്ട്. അടുത്ത് പരിചയമായിട്ടുള്ളത് ഈ കുറച്ച് സമയമായിട്ടുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു കാരണം, ഞാൻ പൊതുവെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ജൈവ കൃഷി ഇതിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പെരുമ്പുഴ ഭാഗത്ത് നടത്തിയ വലിയൊരു മാറ്റം, അപ്പോൾ അതിലാണ് ഞാൻ കൂടുതൽ ആകർഷണമായിട്ട് നിങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതും അടുത്ത് പരിചയപ്പെടുന്നതും. ഏതായാലും 6-ാം വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വോട്ടർമാരെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രതികരണം, അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് നന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുൽ മജീദ് പാലക്കൽ. എൻ്റെ ഈ പ്രദേശത്തുകാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഏതായാലും റഫീഖ് സാർ ആദ്യം പറഞ്ഞ ആ പെരുമ്പുഴ സൗന്ദര്യവൽക്കരണത്തിൻ്റെ സൂചനയുമായി ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞത്. നമ്മൾ മനുഷ്യരെല്ലാവരും പ്രകൃതിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മളുടെ മനസ്സിൽ ഒരു സൗന്ദര്യ ബോധമുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് ഒരു ആത്മബന്ധം അത് തീർച്ചയായിട്ടും വേണം. അതാണ് ഞാൻ എൻ്റെ തോട്ടത്തിലുടനീളം കാർഷിക കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിന് ഇമ്പം നൽകുന്ന രീതിയിൽ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ആ പെരുമ്പുഴ നിവാസികൾക്ക് എല്ലാവർക്കും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പെരുമ്പുഴ സൗന്ദര്യവൽക്കരണം എന്നൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോയത്. പിന്നീട് എൻ്റെ ഒരു തുടർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഏതായാലും അവിടെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആ ജലനിധിയുടെ ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഒരു പുതിയ ഒരു സംരംഭം അവിടെ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് തുടർന്ന് ചെയ്യണം. തീർച്ചയായിട്ടും ആ പെരുമ്പുഴയെ സംബന്ധിച്ചിടത്തോളം അതൊരു നമ്മുടെ ഈ നാടിൻ്റെ ഒരു തിലകക്കുറിയാണ്, ഒരു സൗന്ദര്യമാണ്. സത്യത്തിൽ അത് ഒരു ഭയങ്കര നല്ലൊരു രീതിയിൽ വരികയായിരുന്നു. ഇപ്പോൾ നമ്മൾ അഡ്മിറ്റായിരുന്ന പേഷ്യൻസിനൊക്കെ ഇടയ്ക്ക് അവിടെ കൊണ്ടുവരുന്ന ഇരുത്താറും അവിടുത്തെ ഒരു അവരുടെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അവിടെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്ന് ഒരു ഡിസോർഡറായ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് വളരെ ഉഷാറായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് അതിൽ അങ്ങനെ സംഭവിച്ചത്? അത് അവിടെ ജലനിധിയുടെ പൈപ്പ് കീറാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ 8 മാസം 9 മാസത്തോളമായിട്ട് അവിടെ കീറി ആകെ അലങ്കോലായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നിവേദനങ്ങളും ഗ്രാമസഭകളിലെ പ്രമേയങ്ങളൊക്കെ നമ്മൾ പാസ്സാക്കി കൊണ്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞാൽ മൺസൂൺ കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു സൗന്ദര്യവൽക്കരണം നടത്തണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അവിടെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബഹുജന പങ്കാളിത്തത്തോടു കൂടി തന്നെ നമ്മുടെ സൗന്ദര്യവൽക്കരണ പദ്ധതികൾ വീണ്ടും നമ്മൾ തുടങ്ങും. പെരുമ്പുഴയെ പഴയ പോലൊരു സുന്ദരിയാക്കാനുള്ള പ്രയത്നത്തിൽ ഞങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കും. അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഒരു ചെറിയൊരു മിനി ടൂറിസം എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ജലനിധിയുടെ കിണർ വരുന്നതിന് മുമ്പ്
അവിടെ നല്ലൊരു ഭംഗിയുള്ള ഒരു രീതിയിലാക്കി കൊണ്ടുവന്നിരുന്നല്ലോ. ആ ഒരു ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനങ്ങളും മറ്റു ഊഞ്ഞാലുകളും ഇതൊക്കെ സംവിധാനിച്ചിരുന്നു. ഇൻഷാ അല്ലാ ആ ഒരു കാര്യത്തിൽ നിങ്ങളെ സജീവ ശ്രദ്ധ ഉണ്ടാവും ഒരു മെമ്പറായി വന്നു കഴിഞ്ഞാൽ. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഞാനൊരു വലിയ നിവേദനം കൊടുത്തതിൽ ഒരു മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് പെരുമ്പുഴ സൗന്ദര്യവൽക്കരണം തന്നെയാണ്. ഗ്രാമങ്ങൾ തോറും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതികൾ സർക്കാരിൻ്റെ ഒരു അജണ്ടയിലുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ബാക്കിക്കയം തടയണ, ആ തടയണയിൽ വെള്ളം നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിലൊക്കെ ഏറെക്കുറെ ഒരു 2-3 മാസക്കാലത്തോളം നല്ല നിറഞ്ഞ വെള്ളം കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് അവിടെ വിനോദ സഞ്ചാരികളായിട്ടുള്ള കോട്ടക്കെന്നൊക്കെയുള്ള ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില പൊടിക്കൈകളൊക്കെ നമുക്ക് ചെയ്തിട്ട് അവിടെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് ഞാൻ നവകേരള സദസ്സിലേക്ക് ഒരു നിവേദനം കൊടുത്തും ചെയ്തിരുന്നു. അതെനിക്ക് മറുപടി കിട്ടിയത് അത് ഈ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് വേറെ രീതിയിൽ ശ്രമിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനത് നമ്മുടെ ഡിസ്ട്രിക്ട് ടൂറിസം വകുപ്പിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നിട്ട് കടലിൻ്റെ പുഴയെ ആ ഒരു രീതിയിലേക്ക് നവീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് നടത്തണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഭാവിയിൽ നമുക്ക് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല പ്രകൃതി രമണീയമായ വാളക്കുളമാണ് നമ്മളുടെ. തീർച്ചയായിട്ടും അതിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു ശ്രമങ്ങൾ ഏത് മെമ്പറായാലും ഇല്ലെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യാണ്ട്, പക്ഷേ നമുക്ക് സമയക്കുറവുണ്ട്. നിങ്ങളവിടെ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ ഞാനവിടെ വന്നിരുന്നു. അവിടുന്ന് ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടത് സൗജന്യമായിട്ട് നിങ്ങൾ ചെടികൾ അതൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. കാരണം നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വലിയ സംഖ്യ കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഒരു വലിയ ചെലവ് വരുന്നതല്ലാതെ. അല്ല, ഇതിനെ ഞാനൊരു വ്യവസായമായിട്ട് കണ്ടിട്ടില്ല. അത് വാണിജ്യവൽക്കരിക്കാൻ ഞാൻ ആദ്യം മുതലേ ഉദ്ദേശിച്ചില്ല. ഞാൻ അവിടെ നടത്തുന്ന കൃഷികളൊന്നും ഞാൻ ഇന്ന് വരെ 1 രൂപക്ക് പോലും ആർക്കും വിറ്റിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, കുടുംബക്കാർക്ക്, ആളുകൾക്ക് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുള്ളത്. ആർക്കും ഇതുവരെ 1 രൂപയ്ക്ക് പോലും. ഞാനവിടെ ഒരു 500 എത്രയോ കിലോ കണക്ക് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, അത്രയും കിലോ പപ്പായകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും 1 രൂപയ്ക്ക് പോലും ഞാനത് വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് വരാം. പ്രത്യേകിച്ച് 6-ാം വാർഡ് കഴിഞ്ഞ വർഷവും ജനകീയ മുന്നണി ജയിച്ചൊരു വാർഡാണ്. അപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളും പൊതുവെ കേട്ടുവരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കേണ്ടത്? കഴിഞ്ഞ തവണ നമുക്ക് ഒരു വനിതാ മെമ്പറാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈ വനിതാ സംവരണത്തോടനുബന്ധിച്ച് വരുന്ന സ്ഥാനാർത്ഥികൾക്ക് അവർ നമ്മുടെ ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ അവർക്ക് ചില പരിമിതികളുണ്ട്. അതൊരു ഇടതുപക്ഷത്തിൻ്റെ വനിതാ മെമ്പറോ അല്ലെങ്കിൽ ജനകീയ മുന്നണിയുടെ വനിതാ മെമ്പറോ അല്ല, എല്ലാ തരം വനിതാ മെമ്പർമാർ സ്ത്രീ എന്നുള്ളൊരു അത് അങ്ങനെ പറയുമ്പോൾ അതൊരു പുരുഷ മേധാവിത്വ ചിന്താഗതി ആവുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ അതല്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ വീട്ടമ്മമാരൊക്കെ വീട്ടിൽ ഒതുങ്ങി കൂടിക്കൊണ്ടിരിക്കുന്ന, അതിൽ പല പശ്ചാത്തലങ്ങളുണ്ട്. കുടുംബപരമായ പശ്ചാത്തലം, കുറച്ച് മുമ്പൊക്കെ സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല. അതെ, വരുന്ന സ്ഥാനാർത്ഥി മതപരമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളുണ്ട്, കുടുംബത്തിൻ്റെ നിഷ്കർഷകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുരംഗത്തേക്ക് ഇറങ്ങി പരിചയമില്ല, വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സർക്കാർ അവരെ ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഈ സംവരണത്തിലൂടെ ഒക്കെ നടത്തുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഈ വനിതകളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വപരമായിട്ടുള്ള ശേഷികൾ പൊതുവെ എല്ലാവർക്കും, അത് ഒരാൾക്ക് അതെ, അവർക്ക് പൊതുരംഗത്തുള്ള പരിചയം കുറവാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് നമ്മൾ അവരെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പൊതുരംഗത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊരു പുരുഷനെ സംബന്ധിച്ച് പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു കർമ്മോത്സുകത അതിലുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനെ സംസാരിക്കാൻ. എന്നാൽ നമ്മുടെ മൊഹ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് ബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊരു സത്യത്തിൽ അങ്ങനത്തെ ഒരു സങ്കല്പമില്ല. പക്ഷെ ചില തീരുമാനങ്ങൾ പഞ്ചായത്ത് ബോർഡ് എടുക്കുമ്പോൾ അത് പാർട്ടിയുടെ ഒരു തീരുമാനമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇല്ലാത്ത രീതിയിലുള്ളൊരു ബോർഡായിട്ടാണ് പഞ്ചായത്ത് നിലപെടുന്നത്. അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിൽ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും അതിലെ ബോർഡങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചിറ്റമ്മ നയങ്ങൾ വരുന്നൊരു സാഹചര്യം രാഷ്ട്രീയ പ്രേരിതമായി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ളൊരു ശേഷി ഞാൻ പറഞ്ഞ പോലുള്ള ഈ സ്ത്രീകൾക്ക് കുറവായിരിക്കും. എന്നാൽ അവിടെയാണ് ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസുകളുണ്ട്.
നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ആ ബോർഡിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളൊരു കഴിവ് അത് പുരുഷൻ്റെ ഒരു മെച്ചായിട്ടല്ല നമ്മൾ കാണുന്നത്, പൊതുരംഗത്തിൽ നമ്മൾ അനുഭവജ്ഞാനം കൊണ്ടുള്ള മെച്ചാണ്. അപ്പോൾ അത് സംഭവിക്കുന്നതിൽ കുറച്ചൊരു അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലാത്ത ആൾ കൂടിയാണ്. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. മറ്റുള്ള വാർഡുകളെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇതേപോലെയുള്ള കാര്യങ്ങളെ അവിടെ നടന്നിട്ടുള്ളൂ. പിന്നെ 7ാം വാർഡിനെ കുറിച്ച് ഒരു PR വർക്ക് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചില കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് അവിടുത്തെ മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരുപദിഷ്ടമായിട്ടുള്ളൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് കൂടി അതിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പാടവമുണ്ടല്ലോ, ആ പാടവം അതിൻ്റെ സ്വാധീനമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ മൂപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. അത് ജനറൽ വൽക്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ഭാഗങ്ങളിലൊന്നും അതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ട് ഒരു പഞ്ചായത്തിലെ ഫണ്ട് പാസ്സാകുമ്പോൾ അത് എല്ലാ വാർഡിലേക്കും ഈക്വലായിട്ടാണ് വീതിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പഞ്ചായത്തിലേക്ക് ഈക്വലായിട്ട് വീതിച്ച് വെക്കുന്നതിന് പകരം ആ പഞ്ചായത്തിൻ്റെ മൊത്തം കാര്യങ്ങളിൽ ഏതൊക്കെയാണോ അത്യന്താപേക്ഷിതമായത് ആ രീതിയിൽ തീരുമാനമെടുക്കാൻ ബോർഡിന് അവകാശമുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വാർഡിൻ്റെ പ്രയോറിറ്റി മറ്റതിനേക്കാളും കൂടുതലാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു കാര്യം നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അത് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലേ? അല്ല, അത് കഴിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അത് മറ്റുള്ള ഒരു ഭരണ ബോർഡിൽ 13ഓളം അംഗങ്ങൾ ഒരേ സ്വരത്തിലൊരു കാര്യം പറയുമ്പോഴേ അവിടെ വരുന്ന മറ്റുള്ള ഈ വനിതാ മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അതുപോലെ അത് സമർത്ഥിച്ചെടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ജനറലി നോക്കുമ്പോൾ എല്ലാ വാർഡിലും ഒരേപോലുള്ള വികസനം തന്നെ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സംഭവം ഒന്നും ഉണ്ടായില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ പഞ്ചായത്ത് വളരെ പിന്നോക്ക പഞ്ചായത്താണ്. തനത് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇതര വരുമാനം കുറഞ്ഞ പഞ്ചായത്താണ്. മാത്രമല്ല, ഈ 53 വർഷക്കാലം ഭരിച്ച തെന്നല പഞ്ചായത്തിൻ്റെ ഭരണസാരഥികൾക്ക് ഒരു ആസൂത്രിതമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികളൊന്നും വിഭാവനം ചെയ്യാൻ കഴിയില്ല. എക്കാലവും നമുക്ക് കുറച്ച് കൃഷിയും അതുപോലെ കുറച്ച് മുട്ടക്കോഴി വിതരണങ്ങളും ഇതാണ് ഒരു പഞ്ചായത്തിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ. എന്തെല്ലാം ജനക്ഷേമകരമായ കാര്യങ്ങൾ സർക്കാരുകൾ കൊണ്ടുവരുന്നുണ്ട്. കേരള സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഏതെല്ലാം വികസനമാണ് നമ്മുടെ ഈ നാട്ടിലെത്തിയിട്ടുള്ളത്. അത് ആര് ആസൂത്രണം ചെയ്യണം? അത് പഞ്ചായത്ത് ബോർഡ് ആസൂത്രണം ചെയ്യണം. എത്രയോ സംഖ്യ ലാപ്സാക്കി കളഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വായിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ ധിഷണാപരമായിട്ടുള്ള ഒരു നേതൃത്വത്തിൻ്റെ അഭാവമാണ്. പഞ്ചായത്തിൽ ഭരിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അവർ കൃത്യമായിട്ട് കാര്യങ്ങളെ വിഭാവനം ചെയ്തുകൊണ്ട് ഓരോ വാർഡിലേക്കും വേണ്ട വികസന പദ്ധതികൾ, ആ പദ്ധതികൾക്ക് വരുന്ന ഫണ്ടുകൾ ലാപ്സാക്കി കളയാതെ അവരത് വിനിയോഗിക്കാനുള്ള പാടവം കാണിക്കണം. അത് പഞ്ചായത്ത് ബോർഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് കേവലം ഒരു വാർഡ് മെമ്പർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, നിങ്ങൾ ഇനി നമുക്ക് 6ാം വാർഡുമായി ബന്ധപ്പെട്ട പുതിയ കാഴ്ചപ്പാടിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങളവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ, ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഒരുപാട് വോട്ടർമാരെ കണ്ട സ്ഥിതിക്ക് പിന്നെ വാർഡ് വിഭജനത്തിൽ എന്തെങ്കിലും അപാകതകളോ അല്ലെങ്കിൽ അത് വോട്ടിനെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പുതുതായിട്ട് വാർഡ് വിഭജനം നടന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും വാർഡ് വിഭജനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒന്നിച്ച് ഒരേ മനസ്സായി പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പ്രവർത്തകർ ഞങ്ങളുടെ വാർഡിലേക്ക് പോയിട്ടുണ്ട്. നേരെ മറിച്ച് നമുക്ക് കുറച്ചുകൂടി ബാക്കോട്ട് ഭാഗത്തുള്ള അത് അതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ശതമാനങ്ങളിലൊക്കെ ഉള്ളൊരു വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അത് മറികടക്കാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എന്നെ പരിചയമുള്ള ഒരുപാട് നാട്ടുകാരുണ്ട്. അവർക്കറിയാം ഞാൻ വ്യക്തിബന്ധം വോട്ടായി മാറി. വ്യക്തിബന്ധം മാത്രമല്ല, വ്യക്തിബന്ധത്തിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു മനുഷ്യൻ വിലയിരുത്തണത് നമ്മുടെ മുൻകാല പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ്. ഞാൻ ഏറെക്കുറെ വളരെ കാലം സൗദി അറേബ്യയിലായിരുന്നെങ്കിൽ പോലും ഈ നാടുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സംഘടനയുടെ കീഴിൽ. അപ്പോൾ ജനങ്ങൾക്ക് എന്നെ അറിയാം, എൻ്റെ പ്രവർത്തന ശൈലി അറിയാം. അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും ഞാൻ ഇടപെടാറുള്ള രീതികളെക്കുറിച്ച് അറിയാം.
അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകളുടെ പോലും വോട്ടുകൾ വാങ്ങാനുള്ള ഒരു കഴിവ് എനിക്ക് ഈ ഭാഗത്തു നിന്നുണ്ട്. കിട്ടുന്നുള്ള എന്നാൽ പ്രതീക്ഷയിലാണ്. ആ ഭാഗത്ത് എനിക്ക് അത്ര തന്നെ പരിചയമില്ല, ഇപ്പം പരിചയമായി വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നീടൊരു വിവേചനമില്ല. 6ാം വാർഡിലെ എല്ലാ ആളുകളും ഒരേപോലെ ജാതി രാഷ്ട്രീയ മതഭേദമന്യേ നമ്മളുടെ ആളുകളാണ്. അവർക്ക് വേണ്ട എല്ലാ വികസനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അതിന് എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് എന്നെ അവർ നിർബന്ധിച്ച് ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത്. ഞാനൊരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പറായി പോകണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല. നമുക്കൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത്, ഞാൻ അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യും. എന്തൊക്കെ പുതിയ കാഴ്ചപ്പാടുകളാണ്, അതായത് പുതിയ വികസന കാഴ്ചപ്പാടുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിങ്ങളൊരു മെമ്പറായിട്ട് വരട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം വന്നു കഴിഞ്ഞാൽ അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴേ ഒരുപാട് നുണപ്രചരണങ്ങളും വാഗ്ദാനങ്ങളൊക്കെ വരാറുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടാവും. ജയിക്കുക, വോട്ട് കിട്ടുക, അവരുടെ ലക്ഷ്യം ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും ആ നുണ അവിടെയൊക്കെ പരന്നിട്ട് ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളെ നാട്ടുമ്പുറങ്ങളിൽ പൊതുവിൽ ഉണ്ടാവാറുണ്ട്. എന്ന് മാത്രമല്ല, അവർ സാധാരണഗതിയിൽ അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത്. സത്യത്തിൽ ഒരു മെമ്പറുടെ പരിമിതി എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ബോധ്യമുള്ള ആളുകളോട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ വാഗ്ദാനം കൊടുക്കാൻ പറ്റുള്ളൂ. അതില്ലാതെ ഞാൻ അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നത്. ഒരു വലിയ നടക്കാത്ത വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല? ഞാനൊരിക്കലും. പക്ഷെ ആ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും. ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ ഗ്രാമമുഖ്യനാണ്. ആ ഗ്രാമമുഖ്യൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതെല്ലാം വിഷയങ്ങളിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഇടപെടാൻ പറ്റുന്ന ഒരു സർക്കാർ പ്രതിനിധിയെ സമീപിക്കാൻ പറ്റുന്ന ഒരു അവൈലബിലിറ്റി ഉണ്ട്. അതാണ്. ആ അവൈലബിലിറ്റി വളരെ പ്രധാനമാണ്. എന്ന് മാത്രമല്ല, ആദ്യം ഒരാൾക്കൊരു വിഷയം വരുന്ന സമയത്ത് അവർക്ക് ആ മെമ്പറെ സമീപിക്കാൻ കഴിയണം. അതൊരു സാമ്പത്തികമായ വിഷയമല്ല. സാമ്പത്തികമായിട്ട് ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ സ്വരൂപിച്ചുകൊണ്ട് തന്നെ നമുക്കത് ശരിയാക്കി കൊടുക്കണം. അതിന് തന്നെ ഞങ്ങൾ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ജയപരാജയത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇപ്പോൾ സംജാതമായിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടല്ലോ, എൻ്റെ ചേരിയിൽ നിൽക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ, അവരെ ആ പ്രവർത്തകരെ ഒരു കാരണവശാലും നമ്മൾ അവരുടെ വീര്യം കെടാതെ ഒരു കൂട്ടായ്മയായിട്ട് നിലനിർത്തിക്കൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനൊരു മെമ്പറുടെ തിലകക്കുറിയും കിട്ടിയാൽ നിങ്ങൾക്കറിയാലോ, അത് ഒരുപാട് ഉയരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു മെമ്പർ അല്ലെങ്കിൽ കൂടി നിങ്ങൾ പൂർണ്ണമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. തീർച്ചയായിട്ടും. പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഈ പറയല്ലോ, അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകൾ പല ആവശ്യങ്ങളും ഉന്നയിക്കും. അതിനേക്കാളൊക്കെ പുറമെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്നിപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. പ്രത്യേകിച്ചും എൽ ഡി എഫ് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സമയങ്ങളാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ വൈമുഖ്യം ഉണ്ടെങ്കിൽ പോലും ഒരു നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെരുമ്പുഴയുടെ ഒരു സൗന്ദര്യവൽക്കരണമോ അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളൊക്കെ വരുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെ പരിമിതി അതിലുണ്ടെങ്കിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ തനത് ഫണ്ടിൻ്റെ അഭാവത്തിലുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നമുക്കത് മന്ത്രിസഭാ തലത്തിലേക്ക് സർക്കാരിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ബ്ലോക്ക് വഴി വഴി നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രത്യേകമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ഇതിനെക്കുറിച്ച്. അതൊക്കെ പഠിച്ചു വരുമ്പോൾ ഞാൻ ഇതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി അറിയാൻ എനിക്ക് കഴിയും. കാരണം നമ്മളിപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് വരാത്ത ആളാണ്. നല്ലൊരു വിശ്വാസമുണ്ട്, ഇതൊക്കെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ നാടിന് പ്രത്യേകിച്ച് അധിക മെമ്പർമാർക്കും ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് തന്നലയിൽ ജയിച്ചു വരുന്ന മെമ്പർമാരാവട്ടെ, അത് ഏത് പക്ഷത്തിൻ്റെ ആയാലും UDF ആയാലും LDF ആയാലും ഈ പഞ്ചായത്ത് രാജിനെ കുറിച്ചോ അതിനെക്കുറിച്ച് കൂടുതൽ കാഴ്ചപ്പാടില്ല. ഒരു ഉദ്യോഗസ്ഥ ഭരണമാണ് ശരിക്കും നമ്മുടെ തന്നാൻ്റെ പഞ്ചായത്തിലേക്ക് കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ശരിക്കുള്ളൊരു മാറ്റം നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നാൽ തീർച്ചയായിട്ടും സാധ്യമാവും. അതുപോലെ മറ്റൊരു വിഷയമുള്ളത്, പ്രധാനപ്പെട്ട ആ വാർഡുമായി ബന്ധപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ റോഡിൻ്റെ വീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതായത് പുതുപ്പറമ്പിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾ മെമ്പറായി വന്നു കഴിഞ്ഞാൽ? അവിടെ ഞാൻ മെമ്പറായി വന്നില്ലെങ്കിൽ പോലും ഇതിനൊരു ശ്രമം എൻ്റെ നേതൃത്വത്തിലും അല്ലെങ്കിൽ ഞങ്ങളടങ്ങുന്ന ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് റഫീസാർ കണ്ടിട്ടുണ്ടാവും. അതായത് അന്ന് ഞങ്ങൾ ഏറെക്കുറെ എല്ലാ ആളുകളുടെയും സമ്മതം വാങ്ങിച്ചു വെച്ചു. ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ
പുതുപ്പറമ്പ് തൊട്ട് വെഞ്ഞൂർ വരെയുള്ള പ്രദേശം ആ ഒരു റോഡ് 20 അടിയാക്കി ഉയർത്തണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ആദ്യഘട്ട പരിപാടികൾ മുഴുവൻ വിജയത്തിലായിരുന്നു. പിന്നീട് ഇടക്കാലത്ത് അത് നിർത്തിവെച്ചത് നമ്മൾ നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ മതിലുകളൊക്കെ പൊളിച്ച് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ അവർക്കൊരു ബാധ്യത വരികയാണ് അത് പുനർനിർമ്മിക്കുക എന്നുള്ളത്. അതിന് വേണ്ടൊരു ഫണ്ട് കണ്ടെത്തിയിട്ട് മാത്രമേ നമുക്ക് ഇത്തരം ഒരു കാര്യങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പല സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുനാവായ പഞ്ചായത്തിൽ ഞാനവിടെ എനിക്കൊരു ക്ലിനിക്കുണ്ട് ആദവനാട്. ഇപ്പോൾ ഈ അടുത്താണ് അവിടെ എത്ര വീതി എന്ന് പറയും, നമ്മളെ ഈ നാഷണൽ ഹൈവേൻ്റെ ഏകദേശം വീതിയിലേക്ക് വലിയ വലിയ പുതിയ മതിലുകൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഡെയിലി അതിലൂടെ പോകുമ്പോൾ കാണുന്നത് പുതിയ മതിലുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കുള്ള നാട്ടുകാരുടെ ഒരു ശ്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും ഇപ്പോൾ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ റോഡുകളായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും. പക്ഷേ റോഡിലൂടെ ഒരു വണ്ടി വന്നാൽ ഒരു സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിലൂടെ നടക്കുന്ന ആളുകൾക്കൊന്ന് കയറി നിൽക്കാനോ കൂടി പറ്റാത്തൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡ് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നു. ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മളെ പഴയ സംവിധാനങ്ങൾ പോരാ, എന്തിലും പോരാ, എല്ലാം മാറ്റം വരുത്തണം. ഈ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ശ്രമങ്ങൾ. വാർഡ് വിഭജനം തന്നെ വരുന്നത് ആളുകളുടെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നില്ല. അതിന് കാലാഹരണപ്പെട്ട് പോയ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു മനസ്ഥിതി അതിലുണ്ട്. ഇതൊന്നുമല്ല കാഴ്ചപ്പാടുകൾ വിട്ട് കൊടുക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. ഇവരാരും ഈ മരിച്ചുപോയ ആളുകളാരും അവരുടെ ഇതിലേക്ക് അത് കൊണ്ടുപോയിട്ടില്ല. നമ്മൾ അതാണ് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇതുപോലുള്ള വലിയ റോഡുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ സ്ഥലങ്ങൾക്കുള്ള മൂല്യം എത്രമാത്രം കൂടുന്നുണ്ട് എന്നുള്ള അവർ ചിന്തിക്കണില്ല. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് അതിനൊരു നോളജ് അവർക്ക് കിട്ടണം. അതായത് അതിന്റെ മൂല്യം കൂടുന്ന വിവരം അവരെ മോട്ടിവേഷൻ ചെയ്ത് അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ നടത്തി ഞങ്ങൾക്ക്, കാരണം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. മാത്രമല്ല, നിങ്ങൾ അവിടെ മത്സരിക്കുന്ന ആളായതുകൊണ്ടാണ് ഇപ്പൊ ഇവിടുത്തെ ഏമാടിലേക്ക് പോകുന്ന മാർക്കറ്റ് റോഡും അതേ അവസ്ഥയിലാണുള്ളത്. അതെ. അപ്പം അതിന്റെ ശ്രമങ്ങളൊക്കെ നടത്തി വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക ബാധ്യത വരുന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് താൽക്കാലികമായിട്ട് നിർത്തി ചെയ്യേണ്ടത്. പക്ഷെ അതൊരു അടഞ്ഞ അധ്യായമല്ല, അതൊക്കെ തുറക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അറക്കലമാട്ടിലെ വിഷയം. അറക്കലമാട്ടിലെ വിഷയം കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് നാൾ വഴികൾ ഞാൻ നേരിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ ആ ഇറക്കം കുറക്കണ ഭാഗത്ത് ഒരുപാട് അപകടങ്ങൾ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ അപകടങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നവകേരള സദസ്സിലൊരു വലിയ പരാതി ഇറക്കം അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി വന്നു. പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്നു, നോക്കി, പോയി, അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നടത്തിയ അതിൻ്റെ നാൾ വഴികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നമ്മുടെ ജനങ്ങളെ അറിയിക്കുന്ന ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവസാനമായിട്ട് സംഭവിച്ച അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ ഇരുവശത്തുള്ള ഭൂ ഉടമകളുണ്ടല്ലോ, അവരുടെ ഒരു കൺസെൻറ്റ് വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആ കൺസെൻറ്റ് വാങ്ങി അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് പഞ്ചായത്തിൻ്റെ ബോർഡിൽ വെച്ചപ്പോഴേ ആസ്തി രജിസ്റ്ററിൽ കയറാത്ത ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കിവിടെ സംസാരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് അത് മടക്കി വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് വളരെ ഖേദകരമായി പോയി. കാരണം വെച്ചാൽ ഈ ആസ്തി രജിസ്റ്ററിൽ കയറണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സർവേ വരണം, എൻജിനീയറിംഗ് സർവേ വരണം. ഈ രണ്ട് സൈഡിൽ നിന്നും എത്രമാത്രം സ്ഥലം വേണം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ് ബോർഡ് വന്നിട്ട് അത് നോക്കിയിട്ട് ഈ ഭൂ ഉടമകളോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ പറയണം, ജനങ്ങളുടെ നമ്മുടെ മെമ്പറോട് പറയണം ഇത്ര സ്ഥലം അവിടെ വേണമെന്ന്. അപ്പോഴല്ലേ നമുക്ക് ആ ആളുകളായിട്ട് പോയിട്ട് നമുക്ക് മുദ്രപേപ്പറിൽ എഴുതിയിട്ട് ഈ കൺസെൻറ്റ് കൊടുത്തിട്ട് അത് ആശ്രയിച്ചിൽ കയറ്റാൻ പറ്റുള്ളൂ. അവർ നേരെ മറിച്ച് അത് നേരണ്ട് അടച്ചു വെച്ചു. അതൊക്കെ ഒരു നിരുത്തരവ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു തരം ചിറ്റമ്മ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും തുടരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന്, അതായത് പഞ്ചായത്ത് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള അനാസ്ഥകൾ ഉണ്ടായി പോയാൽ പോലും നമുക്ക് മുകളിൽ കേരള സർക്കാരിൻ്റെ തലത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം. അവസാനമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതെ, പ്രധാനമായിട്ടും ഞാനൊരു ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ളതിൽ നമ്മുടെ നാട്ടിൽ ധാരാളം രോഗികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിലൊക്കെ പലപ്പോഴും നമ്മൾ പല രോഗികൾക്കും സഹായങ്ങൾ വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ ജീവിതശൈലി രോഗങ്ങൾ ഇതൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ ഇപ്പോഴും ഇന്ന് ആ മുട്ടക്കോഴിയും ഇതും വാങ്ങിക്കൊണ്ടിരിക്കേണ്ട അവസരം ഒരു അത്രേ അവർക്ക് അറിയുള്ളൂ. അങ്ങനെ പഞ്ചായത്ത് അവർ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ നേരെ മറിച്ച് സർക്കാരിൻ്റെ ഒരുപാട് വ്യവസായങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ ഇതിലേക്കാണ് വരുന്നത് കേട്ടോ. ഒരുപാട് വ്യവസായങ്ങളും വീട്ടമ്മമാർക്ക് വേണ്ട ഒരുപാട് പദ്ധതികളുണ്ട്, വായ്പാ പദ്ധതികളുണ്ട്.
ഇതിലൊക്കെ അവരെ ബോധവൽക്കരിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളാണെന്നുള്ള അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഇതുപോലുള്ള ഹെൽത്ത് കാര്യങ്ങളിൽ അതൊക്കെ ഇപ്പം ഇന്ന് അംഗനവാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അംഗനവാടി കെട്ടിടം പോലും നമ്മൾ 6ാം വാർഡിലില്ല. ഇതൊക്കെ ഇപ്പം ഞാനൊരു മെമ്പർ ആയാലും ഇല്ലെങ്കിലും ഞാൻ അംഗനവാടി 6ാം വാർഡിലില്ല. 6ാം വാർഡിൽ അംഗനവാടി ഉണ്ട്, പക്ഷേ അതൊരു വാടക പെട്ടിട്ടാണ്. ഇതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളൊരു ശ്രമം തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകൾ ഉൾപ്പെട്ടിട്ടാണ് കേട്ടോ. ആ ഒരു ശ്രമം ജനകീയമായിട്ട് അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് 1 വർഷത്തിനുള്ളിൽ അവിടെ മനോഹരമായിട്ടുള്ളൊരു അംഗനവാടി അവിടെ ഉയരും, അത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ ആ അംഗനവാടിയോട് അനുബന്ധിച്ചിട്ട് നമുക്കൊരു ഹെൽത്ത് സെൻറ്റർ, ഒരു ബോധവൽക്കരണം. അതിൽ ബോധവൽക്കരണം ഇതിൽ മാത്രമല്ല, ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റിക്കൊണ്ടുവന്ന് കണ്ട് ഒരു ഗ്രാമമുഖ്യൻ എന്നുള്ള രീതിയിൽ ഒരുപാട് നേതൃത്വപരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ പ്രധാനമായിട്ട് ശരിയായൊരു ജീവിത രീതി, ഭക്ഷണ രീതി, ഇത് നമ്മൾ പാശ്ചാത്യരെ അനുകരിച്ചുകൊണ്ട് വളരെയധികം ഇപ്പം നമ്മൾ ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ടൗണുകളെ പോലെ ആയി മാറിയിട്ടുണ്ട് നമ്മൾ. അതായത് നേരം വൈകിട്ടുള്ള കെടുത്തും, ഇപ്പോൾ അറിയാലോ അങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യായാമത്തിൻ്റെ കുറവും, ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങളും, അതേപോലെ തന്നെ നമ്മളുടെ കടകളിൽ വരെ വിറ്റഴിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ മായം കലർന്നതും ഗുണനിലവാരമില്ലാത്തതും, ഇതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര ഒരു പ്രയാസമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ശരിക്കുള്ളൊരു ശ്രദ്ധ മെമ്പർമാർക്ക് എന്തെന്നാലും ജയിച്ചു വരുന്ന ആളുകൾക്ക് ഉണ്ടാവണം. ഒരുപാട് നമ്മൾ മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ രോഗം വരുമ്പോൾ അവർക്ക് ചികിത്സാ ഫണ്ട് അനുവദിക്കുക എന്നതിന് പകരം രോഗം വരാതെ ജീവിക്കാനുള്ള ഒരു ഗ്രാമത്തെ, പ്രത്യേകിച്ച് ആ ഒരു ഏരിയയെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ ആ തനത് നിലനിർത്തിക്കൊണ്ട് അതിലേറെ പ്രധാനമായിട്ടാണ് ജനങ്ങളുടെ ആരോഗ്യം എന്നുള്ളത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വ്യക്തിഗതമായിട്ട് ആളുകൾ ചിന്തിച്ചിട്ട് അവർ വരേണ്ട ഒരു വിഷയങ്ങളാണിത്. അപ്പോൾ അതിൽ നമുക്ക് അവർക്ക് അവബോധം കൊടുക്കാനേ സാധിക്കുള്ളൂ. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും, അവരെ ബോധവൽക്കരിക്കും. പിന്നെ നമ്മൾ നിർത്തുന്നതിൻ്റെ മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ കൂടി ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ ജലനിധിയുടെ വിഷയം. ഈ കുടിവെള്ളം, ഈ കുടിവെള്ളം വ്യാപകമായിട്ട് സർക്കാർ വില കൂട്ടിയതുകൊണ്ടാണ് ഇവിടെ ജലനിധിക്ക് പൈസ വർദ്ധിച്ചത് എന്നുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. സത്യത്തിൽ ഈ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ 6ാം വാർഡ് ഏരിയയിൽ നിന്നാണ് ആ വെള്ളം പമ്പ് ചെയ്യണത്. പക്ഷെ അതല്ല കാര്യം. ഇതിനൊരു കമ്മിറ്റി ഉണ്ട്, SLEC എന്ന് പറഞ്ഞൊരു കമ്മിറ്റി. ഈ കമ്മിറ്റിയാണ് ഇതിൻ്റെ വില നിശ്ചയിച്ചിട്ടുള്ളത്. സർക്കാർ 6 രൂപ 16 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൻ്റെ മറവിൽ ഒരു വലിയ സ്ലാബ് സിസ്റ്റം കൊണ്ടുവന്നു ഈ കമ്മിറ്റി. ഈ സ്ലാബ് നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടല്ലോ മൊത്തത്തിലുണ്ട്. അതല്ല, ഈ ജലനിധി എന്ന് പറയുന്നത് നമ്മളെ പഞ്ചായത്തിലേക്ക് മാത്രമല്ലല്ലോ, വെള്ളം എടുക്കുന്നത് 4 പഞ്ചായത്തുകളിലേക്കാണ് ഇപ്പോഴത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനൊരു നമ്മളിവിടെ മാത്രമാണോ അത്? അല്ല, ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. ഈ SLEC കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ വാർഡിൽ നിന്ന് ഒരു BG മെമ്പർ അടങ്ങുന്ന കമ്മിറ്റികളും അതുപോലെ തന്നെ ഒരു ഏരിയയിലുണ്ടല്ലോ. അതെ, ഏരിയയിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇവരൊന്നും അറിയിക്കാതെ ഏകപക്ഷീയമായിട്ടാണ് ഇതിനൊരു വില കൂട്ടിയത്. ആ വില കൂട്ടിയതെന്ന് പറഞ്ഞാൽ സർക്കാർ കൂട്ടിയ മാനദണ്ഡ പ്രകാരമൊന്നുമല്ല, അവരതിന് സ്ലാബ് സിസ്റ്റം കൊണ്ടുവന്നു. ഈ സ്ലാബ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് ഏറെക്കുറെ അതിൻ്റെ എത്രയോ ഇരട്ടികൾ ഉപഭോക്താവിൻ്റെ അടുത്ത് നിന്ന് ഈടാക്കുന്ന രീതിയിലുള്ളൊരു സിസ്റ്റമാണ് അവർ കൊണ്ടുവന്നത്. അതിൻ്റെ വ്യക്തമായ ചാർട്ടുകൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എത്ര ആളുകൾ വായിക്കുന്നറിയില്ല. പക്ഷേ അത്രമാത്രം ഭീകരമായിട്ടുള്ളൊരു കൊള്ളയാണ് ജനങ്ങളുടെ അടുത്ത് നടത്തുന്നത്. അതിന് പകരം ഇവരെന്താ പറഞ്ഞത്? എല്ലാവരോടും പറഞ്ഞത് സർക്കാർ വെള്ളക്കരം കൂട്ടി, അതുകൊണ്ട് ഞങ്ങളും കൂട്ടി. അതല്ല, സർക്കാർ ആനുപാതികമായിട്ടൊന്ന് കൂട്ടിയിട്ടുള്ളൂ. അതിന് പകരമായിട്ട് അല്ല, ഇത് കൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഏരിയയിലുള്ള ആളുകൾ കൂട്ടിയെന്നാണോ അതോ? അല്ലല്ല, സർക്കാർ അതെ നമ്മൾ ഇവര് അതിന്റെ മറവിൽ കൂട്ടിയ കൊള്ള. അതായത് സർക്കാർ ഒരു നിശ്ചിത ശതമാനം ഒറ്റ മാനദണ്ഡം വെച്ചേ കൂട്ടിയിട്ടുള്ളൂ. നേരെ മറിച്ച് അവർ ഒരു സ്ലാബ് സിസ്റ്റം കൊണ്ടുവന്നു. അത് 5000 മുതൽ 10000 എത്ര, 10000 മുതൽ 20000, 20000 മുതൽ 30000, 30000, 40000 എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറയണതാ സർക്കാർ ചെയ്തു എന്നാ. അതാണ് നമുക്ക് പൊളിച്ചെഴുതേണ്ടത്. പക്ഷെ അത് പൊളിച്ചെഴുതേണ്ട ഒരു സമയമാകുമ്പോഴേക്ക് ഇവർക്കിപ്പോൾ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ ചെയ്യുന്ന ഈ ഒരു കൊള്ളുണ്ടല്ലോ, അത് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അതിനെതിരെ നമ്മൾ ശക്തിയായിട്ട് പ്രതികരിക്കും എന്ന് മാത്രമല്ല, ഇവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നിലവിൽ വന്നാൽ നമ്മൾ ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത് ഇത് വാട്ടർ അതോറിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വാട്ടർ അതോറിറ്റിൻ്റെ അതേ സ്ലാബ് പ്രകാരം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളുടെ വാളക്കുളം ഏരിയയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പെരുമ്പയുടെ സൗന്ദര്യവൽക്കരണം, അതുപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതേപോലെ തന്നെ കുടിവെള്ളം
പെരുമ്പുഴയിൽ നല്ല വെള്ളം ഉണ്ടെങ്കിലും അതിനെ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ വന്ന അപാകത, അതേപോലെ തന്നെ അതിൽ ജനങ്ങൾക്ക് പ്രയാസമാകുന്ന രീതിയിലുള്ള വിലക്കയറ്റം വരുത്തിയത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിത്വമാണ് മജീദ് പാലക്കൽ. ഏതായാലും 6-ാം വാർഡിൽ നിന്ന് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തെ ജയിപ്പിച്ചു വന്നാൽ അതൊക്കെ അദ്ദേഹം നിറവേറ്റിത്തരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്.